നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്? പേഷ്യന്റിന് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവരുത്. അത്തരം കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാനിടയാവരുത്. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഇത് സംഭവിച്ചതുകൊണ്ടാ ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഒരല്പം താമസിച്ചിരുന്നെങ്കിൽ നിനക്കൊരു കുറവും ഉണ്ടാവില്ല. സത്യമ്മയുടെ വീട്ടിൽ മഹാറാണിയെ പോലെ തന്നെ നിനക്ക് തിരിച്ചു ചെന്ന് കയറാം. ആരും നിന്നെ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യില്ല. പരിഹാസത്തോടെ നിന്നെ ആരും നോക്കില്ല. നിന്റെ കുഞ്ഞിനെ ചിതയൊരുക്കിയ ശ്മശാന നിന്റെ ശരീരം ഒന്നും ആരും പറയില്ല. നിന്നെ പൊന്നും പൂവും കൊണ്ട് മൂടുകയുള്ളൂ. എല്ലാം അറിഞ്ഞിട്ടുള്ള സഹതാപം അനുതാപം ഉണ്ടല്ലോ, അതെനിക്ക് വേണ്ട. അത് ഓരോ നിമിഷവും അതെന്റെ ഉള്ളിൽ നീറ്റേ ഉള്ളൂ കുഞ്ഞേച്ചി. എന്തറിഞ്ഞെന്നാ മോളെ? നോക്ക്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നോക്ക്, എന്നെ നോക്ക്. നിന്റെ വയറ്റിലെ കുഞ്ഞ് അബോഷനായിട്ടുമില്ല. 9 മാസവും 9 ദിവസവും പൂർത്തിയാവുമ്പോ നിന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. സത്യമ്മയുടെ കൊച്ചുമകനോ കൊച്ചുമകളോ. അതെങ്ങനെ നടക്കാനോ? നടക്കും. മെഡിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ. ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ശ്യാമയല്ല പ്രസവിക്കുന്നത്, പിന്നെ ഞാൻ. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കും അമ്മേ. നീ എന്താ ഈ പറയുന്നേ? നീ ഇനി ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച ശ്യാമയ്ക്ക് കൊടുക്കുന്നോ? മോളെ, അതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഇല്ലേ? ഞാനിപ്പോ ഗർഭിണിയാ. ഇന്നാ ഞാൻ ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. മോളെ, അത് വിഷ്ണുവേട്ടനെ നിങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു വന്നപ്പോഴാ ഇവിടെ വയറുവേദനയായിട്ട് താങ്ങിയെടുത്ത് എല്ലാവരും കൂടി വീടിന് വെളിയിലേക്ക് വന്നത്. ഡോക്ടറെ. ശരിയാ ശാരദാമ്മേ, ഇന്നലെ തലചുറ്റലുണ്ടായി ശാലിനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ തന്നെ എനിക്കൊരു സംശയം തോന്നിയതാ. ടെസ്റ്റ് റിസൾട്ട് കൺഫേം ചെയ്തിട്ട് ഇന്ന് പറയാന്ന് കരുതി. റിസൾട്ട് പോസിറ്റീവാണ്. ഡേറ്റ് വെച്ച് നോക്കുമ്പോ ഞാനും ഷമയും ഒരേ സമയത്താ പ്രഗ്നന്റ് ആയിരിക്കുന്നെ. അതുകൊണ്ട് എന്താണ് ഈ കാര്യം? ഷമയുടെ കുഞ്ഞ് അബോഷനായിട്ടില്ല. അങ്ങനെ എല്ലാരും അറിയാവൂ. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് നൽകും. അതെന്റേതാണെന്ന് ലോകത്താരും അറിയില്ല. ശാലിനി, ബട്ട് ഹൗ? എങ്ങനെയെന്ന് ഡോക്ടർ ചോദിക്കരുത്. അത് എങ്ങനെയെങ്കിലും ഞാനത് സാധിച്ചെടുക്കുന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എങ്ങനെ? ഒരുപാട് ജീവിതങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമായത്. ഡോക്ടർ, എതിര് പറയരുത്. കൂടെ ഉണ്ടാവണം. അത് ശാലിനി, എങ്ങനെ? പിന്നെ വേറൊരു കാര്യം, നമ്മൾ 4 പേരിൽ ഒതുങ്ങണ ഇക്കാര്യം. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. നിന്റെ രോഗത്ത് പോലും എന്നെ കൊണ്ട് വയ്യ കുഞ്ഞേച്ചി.
ഗർഭമില്ലാത്ത ഞാൻ എങ്ങനെയാ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്? നീ അഭിനയിക്കൊന്നും വേണ്ട. 1-2 ദിവസം കഴിഞ്ഞ സത്യാമ്മ നിന്നെ പ്രസവത്തിനായി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അവിടെ എന്തിനാ നീ അഭിനയിക്കാൻ പോകുന്ന? അത് അവിടെ ആരുടെ മുന്നിൽ പോകുന്നില്ലല്ലോ നീ. എന്നാലും പിന്നീട് ഇതെല്ലാം പുലിവാലാവേ ഉള്ളൂ. നമുക്കൊന്നും ഒളിക്കണ്ട. നമുക്കിതെല്ലാം സത്യമ്മയോട് തുറന്നു പറയാം. വരുന്നത് പോലെ വരട്ടെ. നമുക്ക് പറയടേ ശ്യാമ, നിക്ക്. എടി, ഞങ്ങൾ പുറത്തു നിന്നപ്പോ നിനക്ക് അബോഷനായിന്ന് സംശയം തോന്നി സത്യാമ്മയ്ക്ക്. ആ നിമിഷം അവിടെ കുഴഞ്ഞു വീണതാ സത്യാമ്മ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവരെ പരിശോധിച്ച ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? BP കൂടി വീണതാണെന്ന്. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി കാണുക കേൾക്കുകയോ ചെയ്യരുതെന്ന്. ബോധം അറിഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ചായത് നന്നായി. അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത് ആ സത്യമ്മ എഴുന്നേറ്റ് വരുമ്പോ മുന്നിലേക്ക് ചെന്ന് പറയട്ടെ, നിന്റെ കുഞ്ഞ് അബോഷനായി പോയിന്ന്. എനിക്കൊന്നും അറിയില്ല കുഞ്ഞേച്ചി. ശാലിനി, നോക്കമ്മേ, എല്ലാം പറഞ്ഞതുപോലെ ആരും ഒന്നും അറിയാൻ പാടില്ല. അത് മോളെ, സത്യാമ്മയുടെ ജീവനും കൂടി വെച്ച് കളിക്കാൻ വയ്യ എനിക്ക്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ മോളെ, നിന്റെ ജീവിതോടെ നിനക്ക് സത്യമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരേ ഒരു വഴിയല്ലേ ഈ കുഞ്ഞ്. സീമന്തത്തിന്റെ സമയത്ത് നീ ഗർഭിണിയായിരുന്നു എന്ന് അറിഞ്ഞ സത്യമ്മ എല്ലാം ക്ഷമിക്കൂടി. ക്ഷമിക്കാൻ സത്യമ്മ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളുടെ കാര്യം അറിയുമ്പോ തന്നെ അത് താങ്ങാൻ വയ്യാതെ സത്യമ്മ. ഈശ്വരാ. അമ്മേ, ഞാൻ പറയുന്ന പോലെ ചെയ്ത ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. എനിക്കൊന്നും അറിയില്ല. ശാലിനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നതെല്ലാം നാളെ ഉണ്ടായിരിക്കും. പിന്നെ എന്റെ വയറ്റിലെ കുഞ്ഞ് അത് ഇന്നൊരു ദിവസം ഉണ്ടായ പ്രതീക്ഷയാ. അതെന്റെ കൂടെ പിറപ്പിന് കൊടുക്കാൻ അമ്മ സമ്മതിക്കണം. നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്ലീസ്. എന്റെ പൊന്നു മോളെ, പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.